ഹായ് കൂട്ടുകാരെ, നമുക്ക് റാഗി പൗഡർ കൊണ്ട് ഒരു ജ്യൂസ് റെഡിയാക്കിയാലോ. അരക്കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. പെട്ടെന്ന് പൊടി കരിഞ്ഞ് പോകരുത്. പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്, ഒന്ന് കളറും മാറി വന്നിട്ടുണ്ട് കേട്ടോ. ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ എൻ്റെ വെച്ച് കൊടുത്തേക്കണത്. ഈ കപ്പിൽ ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്ത് ഇപ്പോഴും ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടാ. അങ്ങനെ ഈ അരക്കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. നല്ലോണം റാഗി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ 2 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ പാൽ ഒഴിച്ചിട്ടും ഒന്ന് കുറുക്കിയെടുക്കണം. 1 കപ്പും കൂടി പാൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഒരു കപ്പ് ഈ അരക്കപ്പിൽ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. കട്ടയൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി കുറുക്കിയെടുക്കാം കേട്ടോ. റാഗി പാലൊഴിച്ചിട്ടും കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറി വരട്ടെ. ഒരു കവർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മുറിച്ചെടുക്കുക. ഒന്ന് കട്ടയാക്കിയ പാലാണ് കേട്ടോ. 2 ചിങ്ങമ്പഴം എടുത്തിട്ടുണ്ട്. പഴം അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പാല് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പാല് നമുക്ക് 2-3 കഷ്ണം ഈ പഴത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പാല് ഞാനിത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറുക്കി വെച്ച റാഗി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ഉരുക്കി വെച്ച ശർക്കര ഉണ്ട് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല കട്ടിയിൽ ശർക്കര ഉണ്ട്. അത് ഈ സ്പൂണിൽ ഒരു 2.5 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മധുരം എത്രയും വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത്രയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ശർക്കര ഉരുക്കിയത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുകയോ ചെയ്യാം കേട്ടോ. നമുക്കിത് നല്ലോണം ഒന്ന് സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ പാത്രത്തിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള പാലും ഞാൻ അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കിത് സ്മൂത്തി ആയിട്ടും കഴിക്കാം കേട്ടോ. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സ്മൂത്തി ആയിട്ടും കഴിക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.